നമസ്കാരം. ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എന്ത് ശക്തിയാണ് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് എന്നാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ കാർഡ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഏത് ശക്തിയാണ് തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ ഏത് ശക്തിയാണ് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ശക്തിയാണ് തിരിച്ചറിയാതെ പോയത്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാർഡ് വന്നിട്ടുള്ളത് നിങ്ങൾ ആ ശക്തി കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. എന്താണിത് പറയുന്നത് നോക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ കാണാതെ പോയ ശക്തി, അതായത് നിങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയാതെ പോകുന്നത് നിങ്ങളുടെ ഒരു വലിയ ശക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും സാമ്പത്തികമായി സുരക്ഷിതയാകാനും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടങ്ങളെയാണ് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ തന്നെ സംശയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയാതെ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ആത്മവിശ്വാസവും സാമ്പത്തിക കാര്യങ്ങൾ മികച്ചതാക്കാനുള്ള കഴിവും ഒറ്റയ്ക്ക് സന്തോഷം കണ്ടെത്താനുമുള്ള ഒരു കഴിവുമുണ്ട്. പക്ഷേ നിങ്ങൾ ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവവും ആയിരിക്കാം. ഇനി രണ്ടാമത്തെ കാർഡ്, ഈ ശക്തി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു പുതിയ തുടക്കവും ഒരു സംതൃപ്തിയുമാണ്. ഏസ് ഓഫ് കപ്സ് പറഞ്ഞ ഒരു പുതിയ സ്നേഹം, അല്ലെങ്കിൽ ഒരു പുതിയ സന്തോഷം, അല്ലെങ്കിൽ ഒരു ആഴത്തിലുള്ളൊരു സംതൃപ്തി എന്നിവയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈ ശക്തിയെ നിങ്ങൾ അംഗീകരിക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ സന്തോഷം വരും. നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ തുടങ്ങും. ഇത് ചിലപ്പോൾ ഒരു പുതിയ പ്രണയബന്ധമോ സൗഹൃദമോ അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പമോ ആകാം. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരുതരം സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടാം. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും നിങ്ങൾ പൂർണ്ണതയിലെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ആശയങ്ങളും പ്രചോദനങ്ങളും നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. അത് നിങ്ങളുടെ കഴിവുകളെ ഉണർത്തുകയും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. പുതിയ അവസരങ്ങൾ, സ്നേഹം, ദയ എന്നിവ പങ്കുവയ്ക്കാനുള്ള പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ തുറന്നു വരും. ചുരുക്കത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ കഴിവിനെ കൂടുതൽ തുറന്നു കാട്ടാനും അതുപോലെ തന്നെ ആ കഴിവുകൾ നിങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സംതൃപ്തമായ ഒരു ജീവിതത്തിൽ സന്തോഷകരമായ ഒരു നാളുകൾ കിട്ടാൻ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാണ് നിങ്ങൾ ഈ രണ്ട് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യം നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക. ആ കഴിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതിലേതെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവവുമായി എന്തെങ്കിലും സാമ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.